വെൽക്കം ടു ഷെഫ് അറ്റ് ഹോം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം കടച്ചക്ക ഫ്രൈ ആണ്. എങ്ങനെയാണോ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിന്ന് കടച്ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക്, അതായത് ബീഫ് ഫ്രൈ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അത്രയും ടേസ്റ്റി ആയിരിക്കും. നമ്മൾ 100% ഉറപ്പ് തരാണ്. ബീഫ് ഫ്രൈയിലും ടേസ്റ്റി ആയിരിക്കും കടച്ചക്ക ഫ്രൈ. ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണേ അതേപോലെ തന്നെ ഒരു മെത്തേഡിലാണ് നമ്മൾ കടച്ചക്ക ഫ്രൈ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കടച്ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അതിനാദ്യമായിട്ട് നമ്മളൊരു കടച്ചക്കയുടെ പകുതി ഭാഗം എടുത്ത് ക്ലീനാക്കി അതിനെ ഒരേ വലുപ്പത്തിലുള്ള ക്യൂബായിട്ട് കട്ട് ചെയ്ത് ആദ്യം ചെറുതായിട്ട് ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമ്മൾ ഇതിനെ ആദ്യം ബോയിൽ ചെയ്യും. അതിനുശേഷം ഒരു 3/4 ഭാഗത്തോളം അതിനെ നമ്മൾ ഫ്രൈ ചെയ്യും. കടച്ചക്കനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊട്ടിക്കുക. ആദ്യം അതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള കോക്കനട്ട് ആഡ് ചെയ്യുക. അത് നല്ലോണം സോട്ടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗാർലിക്കും ജിഞ്ചറും ആഡ് ചെയ്യും. അത്യാവശ്യം നല്ലോണം തന്നെ സോട്ട് ചെയ്യുക. അതൊരുവിധം കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇടുക. കുറച്ച് ജൂലിയനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ജിഞ്ചർ, ഗ്രീൻ ചില്ലി ഇതിട്ട് നല്ലോണം സോട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇടുക, സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശരിക്കും വാടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് ഒനിയൻ സോട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം വീണ്ടും അതിനെ സോട്ട് ചെയ്യുക. ശരിക്കും സോട്ടായിട്ട് വരണം. നല്ലോണം ഒനിയൻ്റെ പച്ചപ്പ് മുഴുവൻ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് മസാല ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മളതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 സ്പൂണോളപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ, വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് പെരിഞ്ജീരകപ്പൊടി, ബ്ലാക്ക് പെപ്പർ, ഗരം മസാല, ഇതൊക്കെ കുറേശ്ശെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്ത ഉണക്കമുളക് നമ്മളിതിട്ടിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ സോട്ട് ചെയ്യും. ആ മസാലയുടെ പച്ചപ്പ് പോയതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് കടച്ചക്ക ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും മസാല സോട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്തിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുത്തു. അത് നല്ലോണം മസാല കടച്ചക്കയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മളതിനെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കടച്ചക്കയിലെല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. ശരിക്കൊരു ബീഫ് ഫ്രൈ പോലെ തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ഫ്ലേവറുള്ള, നല്ല സ്മെല്ലുള്ള, ശരിക്കും ബീഫ് ഫ്രൈയുടെ തന്നെ സ്മെല്ലുള്ള ഇതാണ് കടച്ചക്ക ഫ്രൈ. നമ്മുടെ കടച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്.